ഏത് വിധേനയും അധികാരം പിടിക്കുകയെന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ടു പോകുന്ന UDFന് പറ്റിക്കൊണ്ടിരിക്കുന്നത് വലിയ അമളികളാണ്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിലേറുകയെന്നതാണ് VD സതീശന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടിയെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിച്ചാണ് UDF ഇപ്പോൾ നാണം കെട്ടിരിക്കുന്നത്. കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി UDFിലേക്ക് എത്തുമെന്നും അസോസിയേറ്റ് അംഗമാകാൻ ധാരണയായി എന്നും UDF ഏകോപന സമിതി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രസ്താവന മണിക്കൂറുകൾക്കുള്ളിലാണ് പൊളിഞ്ഞത്. താൻ UDFന് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വിഷ്ണുപുരം തുറന്നടിച്ചത് മുന്നണിക്ക് നാണക്കേടായി മാറി. താൻ UDFിലെത്തുമെന്ന വാർത്ത കണ്ടത് മാധ്യമങ്ങളിലൂടെയാണെന്നും ഞാൻ NDAയുടെ വൈസ് ചെയർമാൻ ആണെന്നും UDFിലേക്ക് എന്ന വാർത്ത തീർത്തും തെറ്റാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കി. UDFിലേക്ക് എടുക്കണമെന്ന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വെല്ലുവിളിച്ചു. NDAയുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പ്രാപ്തനാണെന്നും തനിക്കുള്ള വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഇപ്പോഴും ഒരു സ്വയം സേവകനാണെന്നും NDA മുന്നണിയുമായി പല അതൃപ്തികളും ഉണ്ടെങ്കിലും അതിൽ നിന്ന് ചാടിപ്പോകാൻ മാത്രം അതൃപ്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 4 മാസം മുൻപ് NDAയുമായുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നോട് തൃപ്തനാണോ എന്ന് ചോദിച്ചിരുന്നുവെന്നും അന്ന് തൃപ്തനല്ല എന്ന് എല്ലാവരോടും പറഞ്ഞതായും ചന്ദ്രശേഖരൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴും NDAയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അതിന്റെ അർത്ഥം NDA വിടാനുള്ള അതൃപ്തി ഉണ്ടെന്നല്ല എന്നും UDFിൽ പോകേണ്ട സാഹചര്യമില്ല എന്നും ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഇങ്ങോട്ട് സമീപിച്ചത് എന്നാണ് സതീശൻ പറയുന്നത്. നിലവിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും കേരള കാമരാജ് കോൺഗ്രസും NDAയുടെ ഘടക കക്ഷികളാണ്. ഇവർ NDA വിട്ട് UDFിൽ ചേരാൻ രേഖാമൂലം താല്പര്യം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി ഈ തീരുമാനത്തിലെത്തിയതെന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അസോസിയേറ്റ് മെമ്പറാകാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് VD സതീശനും വ്യക്തമാക്കി. അദ്ദേഹം നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും UDFിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ എതിർപ്പില്ലെന്ന് ഘടക കക്ഷികളും അറിയിച്ചെന്നും തുടർന്നാണ് ആദ്യഘട്ടമെന്ന നിലയിൽ അസോസിയേറ്റ് മെമ്പർ ആക്കിയത് എന്നുമാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്നും തങ്ങൾക്ക് ഒരു വിരോധവുമില്ലെന്നും VD സതീശൻ പറയുന്നുണ്ട്.